ഇതിപ്പം ഈ കുണ്ടലിനി യോഗം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും. അത് ശരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയാം, ആരെങ്കിലും ഒന്ന് സൂചിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്വാളിറ്റി മാറുകയല്ലേ. ഇത് മനസ്സിലായി വരുമ്പോൾ നമുക്ക് പിന്നെ പഴയതുപോലെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ശ്വാസം നന്നായിട്ട് അങ്ങോട്ട് വിട്ടു കൊടുക്കണമെന്ന് തോന്നിക്കില്ലേ? എന്ത് കാര്യം അകത്ത് പിടിച്ചു വയ്ക്കുമ്പോൾ ശ്വാസം പുറത്തോട്ട് പോകത്തില്ല. പൈസ 4 എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം അകത്ത് പിടിച്ച് വെച്ചിട്ടാണ് ഇത് എണ്ണുന്നത്. ആയോ എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി സഫക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഈ പിടുത്തത്തിൽ. നമ്മൾ സഫക്കേറ്റ് ചെയ്യുന്നു, ഈ പ്രകൃതിയും സഫക്കേറ്റഡ് ആവുന്നു. എന്നിട്ട് നമ്മൾ എക്സിസ്റ്റൻസിന് വേണ്ടി ഈ പണത്തിനെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. എക്സിസ്റ്റൻസ് പണത്തിനെ ബേസ് ചെയ്ത് നിൽക്കില്ല. ബേസിക്കായി വേറെ വെള്ളം വേണം, ശ്വാസം വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ എക്സിസ്റ്റൻസ് ആണ്. ഇങ്ങനെ അത് കണക്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റുകൾ നമ്മൾ ആദ്യം കണ്ടു. എന്തൊക്കെ ഉണ്ടാകും പോസിബിൾ. ഈ പറയുന്ന നമ്മുടെ ബ്രെയിനൊക്കെ വേറെ രീതിയിലൊക്കെ വയർ ചെയ്തിട്ടുള്ളതായി അങ്ങനെ പാറ്റേണൊക്കെ സൃഷ്ടിക്കും. എപ്പോഴും ഇൻസെക്യൂരിറ്റി തോന്നിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ലാതെ നമ്മൾ ആ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻസെക്യൂരിറ്റി നമ്മുടെ ഒരു ബേസിക് സാധനമായി മാറും. അത് എല്ലാ കാര്യത്തിലും വരും. ആരെ കണ്ടാലും ബെല്ലടിക്കുന്നവരെ കണ്ടാലും അങ്ങനെ തന്നെ തോന്നിക്കും. അപ്പോൾ വലിയ കാര്യത്തിൽ തൊഴാനായിട്ട് അങ്ങ് ശബരിമലയിൽ പോയി തൊഴുമ്പോഴും നമുക്കറിയാം ഇവിടെ കള്ളനകത്തിരിക്കുകയാണ്. നമ്മൾ കള്ളനെ നോക്കാനായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മളതിൽ വർക്ക് ചെയ്തതായിട്ടുള്ള വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല, നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ സംബന്ധിച്ചും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് നമുക്കിത് നോക്കേണ്ടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം കാണും. അപ്പോൾ ഓരോ ബേസിക് ഈ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഷെൽട്ടർ എന്ന് പറയുന്നതാണ് ബേസിക് ചക്രയുടെ ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്. ആ ആസ്പെക്റ്റുകൾ എന്നെ നെഗറ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അത് ജസ്റ്റ് നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ നടക്കുക. നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒരാളാണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. റിഫൈൻഡ് ആയാൽ കുറച്ച് നല്ല ഇതായിരിക്കും, സമാധാനം കിട്ടും. റിഫൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അസമാധാനം കിട്ടും. എന്നിട്ട് സമാധാനം വേണം തന്നെ, അത് നടക്കില്ല. അതുകൊണ്ടാണ് ഈ നോട്ടം വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ആ നെഗറ്റീവ് ആസ്പെക്റ്റുകളെല്ലാം നോക്കുമ്പോൾ ഗ്രീഡുണ്ട്, ആവറിസുണ്ട്, കോമ്പറ്റീഷനുണ്ട്, ഫൈറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, അൻസൈറ്റി ഉണ്ട്, ഫിയർ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബേസിക് ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ ഇല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. നോക്കിയാൽ മതി, എല്ലാം കാണാം. എന്നിട്ട് എനിക്ക് അങ്ങോട്ട് ഒന്നും ശരിയാകുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ നോക്കിയില്ല, അതാ കാര്യം. നോക്കിയാൽ മനസ്സിലാകും, നോക്കിയില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോട്ടം പരമപ്രധാനമാണ്. നമ്മൾ സ്പിരിച്വലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസിനോടൊപ്പം തന്നെ നമ്മുടെ അകത്തേക്കുള്ള സ്വാധ്യായം, സെൽഫ് സ്റ്റഡി വളരെ പരമപ്രധാനമാണ്. ഇല്ലെങ്കിൽ റിഫൈൻമെൻറ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ നോക്കി വരുമ്പോൾ നെഗറ്റീവ് ട്രേറ്റ്സ് എല്ലാം കണ്ടു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ട്രേറ്റ്സ് എന്താണെന്ന് മനസ്സിലാവും. ബേസ് ചക്രയുടെ ഒരു പോസിറ്റീവ് ട്രേറ്റ് എന്ന് നമ്മൾ പറയുന്നത് ബേസിക്കലി ജനറോസിറ്റിയാണ്. ഈ പ്രകൃതി ബേസ് എക്സിസ്റ്റൻസ് അതിലാണ് നിൽക്കുന്നത്. സെൽഫ്ലെസ്നെസ്, ജനറോസിറ്റി, ഈ 2 പ്രധാന കാര്യങ്ങളാണ്. അവിടെ ആണോ നമ്മൾ എന്നത് നോക്കേണ്ടതാണ്. അവിടെ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് അനുഗുണമായിട്ടല്ല ഇവിടെ നിൽക്കുന്നതെന്ന് ഉറപ്പിക്കാം. എന്നുവെച്ചാൽ പ്രകൃതിയുടെ മഹാനാശത്തിന് വഴിയൊരുക്കിക്കൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നടക്കില്ല. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവും, കുറേ പൈസയൊക്കെ ഉണ്ടാവും, പൊസിഷനൊക്കെ ഉണ്ടാവും. ലോകത്തിന് നന്മ ഉണ്ടാകത്തില്ല, നമുക്ക് നമ്മുടെ തലമുറകൾക്കും ഒന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മളിതെല്ലാം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്
നമ്മുടെ ബേസിക്കായിട്ടുള്ള റിഫൈൻമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് വേസ്റ്റ് ചക്രയിൽ ഈ ആസ്പെക്റ്റുകൾ നോക്കുക. ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഷെൽട്ടർ, അതാണ് എൻ്റെ ബേസിക് ആസ്പെക്റ്റ്. അത് കിട്ടാതെ വരുമ്പോൾ എങ്ങനെ മൈൻഡ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് അനുനിമിഷം നോക്കിക്കോളണം. അലർട്ടായിരിക്കുക, ജാഗ്രത ഉള്ളവനാണ് മനസ്സിലാകുന്നത്. ശ്രദ്ധയുള്ളവന് ലഭതേ ജ്ഞാനം, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആ ശ്രദ്ധയില്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. പുസ്തകത്തിലല്ല ഇത് പഠിത്തം, ഈ പുസ്തകത്തിലെ പഠിത്തമാണ് നമ്മൾ അകത്തോട്ട് നോക്കി പഠിക്കുക. അപ്പോൾ ഇതിന് ബേസിക്കായിട്ടൊരു സാനിറ്റി നമുക്ക് വേണം, സമാധാനം വേണം. ആ സമാധാനം നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ആ സമാധാനത്തിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ കുറച്ച് ശരീരത്തിനൊക്കെ ക്ലിയർ ചെയ്ത് വയ്ക്കുക. അസമാധാനം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുതൽ ചെയ്യിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന യമ നിയമാദികൾ പാലിക്കുക. യമം അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ, യമ. അഹിംസ, ഹിംസിക്കാനായിട്ട് നമ്മൾ ഈ മരത്തിൽ നിന്ന് ഇല അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമെന്ന് പറഞ്ഞിട്ട് ആ മരം വെട്ടണമെന്ന് ആവശ്യപ്പെടും. കുഴപ്പമൊന്നുമില്ല, മരമല്ലേ, വെട്ടിക്കളഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കത്തിയും കൊണ്ട് മരത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ മരം കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്കൊരു ബാധ, ഇൻസെൻസിറ്റീവ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവൻ വിറച്ചാലും നമുക്കൊന്നുമില്ല. നടയുന്ന ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്, പ്രാണവായു തന്നുകൊണ്ടിരിക്കുന്നതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ, ഇല വീഴാതിരിക്കുമല്ലോ. ഇലയെ വെറുക്കുന്നു നമ്മൾ. ആഹാരം തന്നിട്ട് കൊഴിഞ്ഞ താഴെ ഒരാഴ്ചക്കാലം മുഴുവൻ പണിയെടുത്ത് കൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്നവനെ നമ്മൾ കണ്ടിട്ട് പ്രേതത്തിനെ, അഴുക്ക് പ്രേതം എന്നൊക്കെ പറഞ്ഞ് അതിനെ എടുത്തിട്ട് തിരിച്ച് മറ്റവൻ്റെ വെള്ളയിലോട്ട് ഇട്ട് കൊടുക്കുക. മരം നിൽക്കുന്നതും അവിടെ ആയതുകൊണ്ടും അവൻ്റെ വേര് മറ്റവൻ്റെ അടിയിലിരിക്കുക, അതിനെ എടുത്തിങ്ങ് തലയിൽ കൂടെ തട്ടിക്കൊടുക്കുക. എന്ത് ജന്തുവാണ് ഇത്? ശരിക്കും നമ്മൾ എന്ത് സ്പിരിച്വാലിറ്റി ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിലുണ്ടെന്ന് ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മൾ പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മോക്ഷപ്രാപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തേങ്ങ വീഴുമ്പോഴുള്ള മോക്ഷം മാത്രമേ ഉള്ളൂ, തലയിൽ തന്നെ വീഴണം കറക്റ്റായിട്ട്. നമ്മൾ ഇത് കൊച്ചു കാര്യമല്ലല്ലോ, ഇത് നമ്മളുടെ മാറ്റത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയല്ലേ. ആ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുത്തല്ലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് സമാധാനം വേണമല്ലോ, സെൽഫിഷായിട്ടെങ്കിലും നമുക്ക് വേണമല്ലോ. ലോക നന്മയ്ക്കൊന്നുമല്ല, എൻ്റെ നന്മയ്ക്ക്, എനിക്ക് സമാധാനത്തിന് വേണ്ടി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് കടുപ്പിച്ച് പോകുന്ന നെഞ്ചിലൊക്കെ പിടിക്കുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. വ്യക്തിഗതമായ സംസാരമൊന്നും അല്ല ഇത്. അപ്പം എങ്ങനെയുണ്ട് കേട്ടോ ഇത്? നമ്മൾ ഇങ്ങനൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ലോകത്തിനെയും നമ്മുടെ ജീവിതത്തിനെയും കാണും. അങ്ങനെ കാണുന്ന കാലത്താണ് നമ്മുടെ ലോകം വാസയോഗ്യമായ ഒരു സ്ഥലമായി മാറുന്നത്. അതിനാണ് ഈ ആചാര്യന്മാരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. ഒന്നും സാധിച്ചില്ല. അവസാനം പോകുന്നതിന് മുമ്പേ ആരെങ്കിലും ഒരാൾക്ക് ഇതൊക്കെ പറഞ്ഞോ, നീ പറഞ്ഞോ, എന്നെ കൊണ്ട് പറ്റിയില്ല, നീ എടുത്തോ, പറഞ്ഞോ എന്ന് പറഞ്ഞ് വേറൊരുത്തൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ ഇനിയിപ്പം നിവർത്തിയില്ല, പോയി. അങ്ങനെ ഈ ആചാര്യന്മാരെല്ലാം തന്നെ ഇങ്ങനെ അടുത്തവൻ്റെ തലയ്ക്ക് വെച്ച് കെട്ടിയിട്ട് എല്ലാവരും അവസാനം ഇങ്ങനെ കൈമറിഞ്ഞ് ഇത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിട്ട് ഇങ്ങനെ മാറി പോവുക. പെസിമിസ്റ്റിക് ചിന്തയാണെന്ന് വിചാരിക്കേണ്ട, ഇതിൽ നിന്ന് മാറാമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ല, അങ്ങനെ ആയിപ്പോകുമെന്ന ശാപമല്ല, ഇതിൽ നിന്ന് നമുക്ക് മാറാമോ എന്ന് നമ്മൾ നോക്കുക. മാറിയേ പറ്റൂ. അതുകൊണ്ടാണ് ഈ എസൻഷ്യൽ കാര്യങ്ങൾ നമ്മുടെ ടീച്ചിങ്ങിൽ നാം ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരിക. അത് ചെയ്യേണ്ടി വരും. വലിയ ഹിമാലയത്തിലൊക്കെ നമ്മൾ എത്രയോ യാത്ര നടത്തി കണ്ടിട്ടില്ല, വലിയ ആളുകളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നല്ല ഇതാണ്. ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി വന്ന് ആദ്യത്തെ വണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ വലിയ സന്യാസിയായിട്ടിരിക്കില്ലേ,
അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടിക്കാരൻ വന്നിട്ട് അവൻ നിർത്താതെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു നോട്ടം നോക്കുന്ന കാണുമ്പോൾ അവൻ കത്തി വീഴുക താഴെ. ഇവൻ വണ്ടി നിർത്താത്തതുകൊണ്ട് ആ നോട്ടത്തിനകത്ത് ആ തീക്ഷ്ണത ഉണ്ടാവും. അതുവരെയുള്ള ആർജിച്ച സിദ്ധിയുടെ പവർ ഇവൻ വണ്ടി നിർത്താത്തത്. എല്ലാവരും അല്ല ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെയും കാണാം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത്. നമ്മൾ പതുക്കെ പതുക്കെ ഓരോ ലെവലായിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ എടുത്ത് പഠിക്കേണ്ടിയുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് കുണ്ടലിനി യോഗ. അതായത് ചുമ്മാ കുറേ പടങ്ങൾ മാത്രമല്ല, ആ പടങ്ങളിലൂടെ ഈ കാര്യങ്ങൾ അത് വെളിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റുകൾ നമ്മൾ കാണുന്നു, അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റുകൾ കാണുന്നു. ഇത് രണ്ടും കണ്ടിട്ട് നമുക്ക് എങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറ്റും. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന അനുഭവം നമുക്ക് നന്നായിട്ട് അറിയാം, നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് മാറിയേ പറ്റൂ. അപ്പം മാറാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ റൂട്ട് കിടക്കുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ റൂട്ട് പോയി കിടക്കുന്നൊരു സ്ഥലമുണ്ട്. ആ റൂട്ടാണ് വലിയ ആചാര്യന്മാർ അവർ ഒരുപാട് തപസ്സൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവർ എഴുതി വെച്ചു. നടക്കാത്ത കാര്യം അഹിംസ. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് മാറി വന്നത്. മരം മുറിക്കുന്ന കാര്യം പറഞ്ഞാൽ അവിടെ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒന്നാണ് ഈ മരം. അതിനെ വേദനിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്ന് നമുക്ക് തോന്നുക. അതിനെ വേദനിപ്പിക്കുക എനിക്ക് വേദനിക്കുന്ന പോലെ തോന്നുക. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. സത്യവിരുദ്ധമായി പെരുമാറാൻ പറ്റത്തില്ല. സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സത്യമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാറാതെ എപ്പോഴും നിൽക്കുന്നത് സത്യം, മാറിക്കൊണ്ടിരിക്കുന്ന അനിത്യം അസത്യം. മാറാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൊരു സത്യം. മാറി മാറി നിൽക്കുന്നത് അവിടെ ഇല്ല അടുത്ത നിമിഷം. അതുകൊണ്ട് അത് സത്യമാണെന്ന് കണക്കാക്കാൻ പറ്റത്തില്ല. അതിനെ നിത്യമെന്നും അനിത്യമെന്നും പറയും. നിത്യമായത് സത്യം എന്നല്ലേ പറയുക. അപ്പോൾ ആ സത്യത്തിന് എന്താണ് സത്യം നമ്മൾ പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാറാതെ നിൽക്കുന്നതുമായി ചേർന്ന് നിൽക്കുക. എന്താണ് ഈ മാറാതെ നിൽക്കുന്നത്? മാറാതെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ ആകാശത്തോട്ട് നോക്കുകയാണെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒരു ബേസ് ഇങ്ങനെ എപ്പോഴും അങ്ങനെ കിടപ്പുണ്ട്. ആ ബേസില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും അവിടെ ഉണ്ടാകാനൊന്നുമില്ല. അപ്പോൾ അത് മാറാതെ നിൽക്കുന്ന മഹാശൂന്യതയെന്നോ ആ ഇൻഫൈനറ്റായിട്ടുള്ള ആ ഫുൾനെസ് എന്നോ എംപ്റ്റിനെസ് എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക, അങ്ങനൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഈ ഇപ്പോഴത്തെ മോഡേൺ സ്റ്റഡീസിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനകത്ത് കയറി നോക്കിയാൽ അവിടെയും ഇതുണ്ടാവും. അതിലാണ് ഇത് വേവായിട്ടോ പാർട്ടിക്കിളായിട്ടോ ഒക്കെ ബിഹേവ് ചെയ്യുന്നത്. ആ നിൽക്കുന്ന ബേസ് ഉണ്ടല്ലോ, ആ ഒരു ബേസ് മാത്രമാണ് എപ്പോഴും നിലനിൽക്കുന്ന, അതിനെ സത്യം എന്ന് പറയാം. അപ്പോൾ സത്യം പ്രാക്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ആ ശൂന്യതയിൽ, ആ പൂർണ്ണതയിലോ ശൂന്യതയിലോ ആ എംപ്റ്റിനെസ്സിലോ ആ സ്റ്റിൽനെസ്സിലോട്ടും നമ്മൾ എപ്പോൾ കൺഫേം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ സത്യം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിനിടയ്ക്കൂടെ നമ്മളെന്തെങ്കിലും കള്ളം പറഞ്ഞാൽ, സത്യവിരുദ്ധമായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉള്ളിൻ്റെ സാനിറ്റി, സമാധാനം എന്ന് പറയുന്ന ആ ബേസ് ഉണ്ട്, അത് ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അസത്യം എന്ന് പറയുന്നത്, ഈ കള്ളമൊക്കെ പറയുന്നത് നല്ലതല്ല. എങ്ങനെയാണ് ഈ സത്യത്തിനെ കാണുന്നത്? അപ്പോൾ സത്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ബേസ് കണ്ടുകൊണ്ടിരിക്കുക. ആ നിതാന്തമായി എൻഡ്ലെസ്സായി നിൽക്കുന്ന ആ പരമശൂന്യതയെ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത എന്നും പറയുന്നുണ്ട്, അത് നമ്മളെപ്പോഴും അവെയറായിക്കൊണ്ടിരിക്കുക. അതിനാണ് സത്യം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഓണസ്റ്റായിരിക്കുക. അസ്തേയം, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ ചരിക്കുക എന്നാണ്. ബ്രഹ്മം എന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ്, ചര്യം എന്ന് വെച്ചാൽ മൂവിങ് വിത്ത് കോൺഷ്യസ്നെസ്, ബോധം. ആ ബോധം എന്ന് പറയുന്നതാണ് അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അതാണ് ആ ബേസ്. അതിനെക്കുറിച്ച് അവെയറായിരിക്കുക, വീണ്ടും വീണ്ടും അഫേം ചെയ്യുക.
ബ്രഹ്മചര്യം. പിന്നെ അപരിഗ്രഹം, എന്തെങ്കിലും എടുത്ത് എൻ്റേതാക്കി പിടിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഞാനിതിൻ്റെ പാർട്ടായിരിക്കെ എനിക്കിത് പിടിച്ചു വയ്ക്കാനുള്ള അവകാശമില്ല എന്നും ഇത് അതിൻ്റെ പാർട്ടായി നിൽക്കാൻ എനിക്ക് പറ്റുമ്പോൾ ഞാൻ അതായി നിൽക്കുന്നു എന്ന നിറവ് മനസ്സിലാക്കി അവിടെ നിൽക്കുക എന്നതിനെയാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് വേണ്ട എന്ന് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്ത ഒരാൾക്ക് സ്പിരിച്വലായിട്ടൊന്നും സമാധാനം വരത്തില്ല. അതാണ് സംഭവം. പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്യാം, സമാധാനമൊന്നും വരത്തില്ല. എനിക്കത് 100% ഉറപ്പാണ്. നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങനെ വർക്ക് ചെയ്തേ പറ്റൂ. സമാധാനമാണല്ലോ അല്ലേ? സിറ്റുവേഷൻ വഷളാകുമ്പം സമാധാനമാണല്ലോ. എപ്പോൾ വഷളാവുമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുറം വഷളായി നിൽക്കുമ്പോഴും അകത്ത് സമാധാനം കീപ്പ് ചെയ്യാൻ പറ്റുക എന്നത് പ്രധാനമാണ്. അതിനെയാണ് നമ്മൾ ഈ യോഗക്ഷേമം മഹാത്മ്യം എന്ന് പറയുന്നത്. ആ അകത്തെ യോഗാവസ്ഥയെ നമ്മൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ബേസ് ചക്രയുടെ കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് സയൻസ്, നെഗറ്റീവ് സയൻസ്. ആ നെഗറ്റീവ് സയൻസ് അത് ഒരുപാട് കണ്ടാമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ തന്നെ. എന്ന് വെച്ചാൽ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് പോയാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഈ പോസിറ്റീവും നെഗറ്റീവും രണ്ടിനെയും ഉപേക്ഷിച്ച് അതിനപ്പുറത്തോട്ട് കിടക്കുന്ന സമയത്താണ് നമ്മൾ ഈ സോഴ്സിലോട്ട് കിടക്കുന്നത്. പോസിറ്റീവോ നെഗറ്റീവോ ഒന്നുമില്ല, ഞാൻ അതിനപ്പുറത്തോട്ട് ഇറങ്ങി ആ ശൂന്യതയിലേക്ക് നിൽക്കുക. അതിൻ്റെ ബേസിലോട്ട് ഇറങ്ങി എപ്പോഴും ആ ബേസ് നിറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ എത്തുന്ന ഒരു സ്ഥലത്ത് ആരെങ്കിലും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിനകത്ത് വേറെ വലിയ റിപ്പിൾസ് ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ശാന്തമായി നിൽക്കുന്ന ഒരാൾക്ക് ഈ മോക്ഷം എന്ന് പറയുന്നത് സാധ്യമാകും. അതിപ്പോൾ നമുക്ക് ഒരു എനിഗ്മയാണ്, അറിയത്തില്ല. മോക്ഷമാണ്, മോക്ഷച്ഛയാണ് പ്രധാനമെങ്കിൽ ഇതാണ് ആ കാര്യം. അതിന് നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേണം. നമുക്കിങ്ങോട്ട് സപ്പോർട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളൊന്നിനെ സപ്പോർട്ട് ചെയ്യാതെ നിന്നിട്ട് നമുക്കത് ആഗ്രഹിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മളങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബേസിക്കായിട്ടുള്ള നമ്മുടെ സപ്പോർട്ടെന്ന് പറയുന്നത് പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. അത് പ്രകൃതി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ശ്വാസത്തിലും നമുക്ക് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് റെസിപ്രോസിറ്റി, നേച്ചർ ഇങ്ങോട്ട് അത് അനങ്ങുമ്പോൾ അതിൽ നിന്ന് നമ്മൾ സൗഖ്യം അനുഭവിക്കുകയാണ്. എനിക്കാവുന്നത് ഇത് മാത്രമാണ്. എനിക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റും, ടെൻഷൻ ഇല്ലാതെ എനിക്ക് ശ്വസിക്കാൻ പറ്റും. സ്ട്രെസ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ നോർമലായി ശ്വസിക്കാനൊന്നും പറ്റത്തില്ല, അറിയാമല്ലോ. അത് ഉടനെ ലോക്ക് ചെയ്യും, ഡയഫ്രമൊക്കെ ലോക്കായി, പിന്നെ ശ്വസിക്കാനൊന്നും പറ്റത്തില്ല. വിമ്മിഷ്ടപ്പെട്ട് വലിക്കുന്ന ശ്വാസത്തിന് ഈ പുറത്ത് നിൽക്കുന്ന ചെടികൾക്ക് കൊടുക്കുക. അതെ, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ വിടുന്ന ഉച്ഛ്വാസത്തിന് അതിൻ്റെ ക്വാളിറ്റി മാറിയാണ് കിടക്കുന്നത്. ആ സാധനം ഇതൊക്കെ എടുക്കുക. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമെന്ന് നമുക്കിങ്ങ് പറയാം, അല്ല അതിനകത്ത് വേറെ ചുക്കുമില്ല. ശാസ്ത്രീയമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഇത്രയേ ഉള്ളൂ സാറേ. പക്ഷേ ആ വെളിയിറങ്ങി പോകുന്ന നമ്മുടെ മൈൻഡ് നമ്മുടെ പ്രാണനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പ്രാണൻ ഇസ് ദ കാരിയർ ഓഫ് ദ മൈൻഡ് എന്നാണ്. ബ്രത്ത് ഇസ് ദ കാരിയർ ഓഫ് പ്രാണ എന്നാണ് യോഗയുടെ ബേസിക് ഡിക്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് എങ്ങനെ നിൽക്കുന്നോ അതിനനുസരിച്ച് ആയിരിക്കും പ്രാണൻ്റെ വൈബ് കിടക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ വലിച്ചു കൊടുക്കുന്നത്. ടെൻഷനുള്ളപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുന്നത് വേറെ രീതിയിലാണ്. റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വലിക്കുന്ന വേറൊരു രീതിയിലാണ്. പാഷനേറ്റ് ആയിട്ടിരിക്കുമ്പോൾ വലിക്കുന്ന വേറൊരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ വലിക്കുന്ന ശ്വാസത്തിൻ്റെ എടുക്കുന്ന ക്വാണ്ടിറ്റിയും അതിൻ്റെ ചൂടും ഊഷ്മാവും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. ഈ സാധനത്തിനെ പുറത്തോട്ട് വിടുക, സ്ട്രെസ്ഡായിട്ട് നിന്നിട്ട് ശ്വാസം പുറത്തോട്ട് എടുക്കുമ്പോൾ ഇത് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ആ പുറത്ത് വയ്ക്കുന്ന ഈ പ്ലാന്റ്സ് അവരെടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു അംശം കൂടെ, നമ്മുടെ മനസ്സിൻ്റെ ഒരു അംശം കൂടെ അവരിലേക്ക് കയറുക. ഇതൊന്നും പറഞ്ഞാൽ ശാസ്ത്രം സമ്മതിച്ചു തരത്തില്ല. അതൊന്നും പ്രൂവ് ചെയ്ത് കാണിക്കുക സാറേ എന്ന് പറയും. സറണ്ടർ ചെയ്തു, ഇല്ല ഞാൻ പറഞ്ഞത് എടുത്തു തിരിച്ചെന്ന്. അങ്ങനെയാണ് നമ്മൾ ഒന്നായിട്ടിരിക്കുന്നത്.
ഇപ്പോഴൊക്കെ പറയുന്നില്ലേ, പുതിയ ലെവലിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോൾ കാണാമല്ലോ. കാരണം നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഒരു അയോൺ എന്ന് പറയുന്ന ഈ സാധനം, ഒരാറ്റം അയണിൻ്റെ ഒരു സാധനം, ഇത് നമ്മളിലേക്ക് കയറി കൂടിയത് 10,000 കോടി വർഷങ്ങൾക്ക് മുമ്പ് കയറിയതാണ് ഈ ശരീരത്തിനകത്തിരിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ചരിത്രമാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അതിഗംഭീരമായ ചരിത്രത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇതിനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഈ വലിയൊരു ചരിത്രം, അത് നമ്മളിൽ വന്നിട്ട് വീണ്ടും അത് ഒരുവിധം ബെറ്റർ ചരിത്രമായി മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നത്. വലിയ ഇതൊന്നും കൊച്ചു കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കേൾക്കാനൊന്നും ഇല്ലെങ്കിലും വലിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യം. അപ്പോൾ ആ ഒരു അവയർനെസ് നമുക്ക് ഉറച്ച് കിട്ടേണ്ടത് വളരെ പരമപ്രധാനമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്ത് ആ ബോധം ഉറയ്ക്കുക. ബോധം ഉറച്ച് കഴിയുമ്പോഴത്തേക്കും സമാധാനം വരും. വേസ്റ്റ് ചക്രയിൽ ജനറലി ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഒരു ബ്രേക്ക് എടുത്തിട്ട് നിൽക്കാം. മറന്നു പോകരുത്. ഞാനിത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാം. ഇത് മറന്നു പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ശരിക്കും ഒന്നും ഉണ്ടാകില്ല. നമുക്കും ഉണ്ടാകത്തില്ല, ലോകത്തിനും